എന്താണ് പങ്കായം പൊക്കി ഞാൻ നോക്കി അതാണ്. അതല്ല നമ്മള് കരയിൽ നിന്ന് കണ്ടോ, കരയിൽ നിന്ന് കൊറേ പോന്നു. കരയിൽ നിന്ന് കൊറേ പോന്നു. ഹാപ്പി ന്യൂ ഇയർ. അതിലെല്ലാം ഒടിയനും ചാത്തനൊക്കെ വരും കേട്ടോ. ഇന്നലെയൊക്കെ കിടന്നപ്പോൾ സൗണ്ടുകളാണ്, ഓരോരോ വ്യത്യസ്തമായ സൗണ്ട്, നമ്മൾ ഇതുവരെ കേൾക്കാത്ത പല സൗണ്ടുകളും. ഹായ് 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 ചെങ്ങിമരെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അയ്യവാ, അപ്പം ഞങ്ങളെ ചായ കുടിക്കുകയാണ്. ഞങ്ങൾ പാണ്ടിയിൽ, നമ്മുടെ കഴിഞ്ഞ വീഡിയോ നിർത്തിയത് നമ്മൾ പാണ്ടി ഉണ്ടാക്കി പാണ്ടിയിൽ ട്രാവൽ ചെയ്യണം എന്ന് പറഞ്ഞ് നിർത്തിയതായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ പാണ്ടി അവിടെ നിർത്തിട്ട് ഇങ്ങനെ ഇതുവഴി ഒന്ന് സഞ്ചരിച്ച് നോക്കി. 2-3 വട്ടം വീണു, ആകെ നനഞ്ഞു ഒട്ടി നിൽക്കുകയാണ്. അപ്പോൾ ചായ കുടിക്കാൻ എഴുതി ഓരോ ഗ്ലാസ് കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. കട്ടൻ ചായ കുടിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചായ കുടി കഴിഞ്ഞിട്ട് ആദ്യത്തെ പരിപാടി നമ്മൾ മീൻ അതൊന്ന് എടുത്ത് വെക്കണം അല്ലേ. ഇന്നിപ്പോൾ ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിൽ കറങ്ങണ പരിപാടിയില്ല. പിന്നെ നമ്മളുടെ ക്യാമറയും കൊണ്ട് ബോട്ടിൽ പോകണത് ഒരു ടാസ്ക്കാണ്. ആ ഒരു ടാസ്ക് ഭയങ്കരമാണ്. കാരണം ഞങ്ങൾ തന്നെ 2 പ്രാവശ്യം വീണല്ലോ. അപ്പോൾ ഞങ്ങളത് ശ്രദ്ധിച്ച് കൊണ്ടുപോകണം. ക്യാമറ റിസ്ക് ആണ്, എന്നാലും ഞങ്ങൾ കൊണ്ടുപോകാമെന്ന് കരുതി. ഏതായാലും കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ അതിലിങ്ങനെ പോകുമ്പോൾ മെയിനായിട്ട് മേലേക്ക് നോക്കുമ്പോൾ ആ ഒരു വ്യൂ ആണ്. അതായത് ആ ഒരു വ്യൂ ഇങ്ങനെ പോവല്ലേ, നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ടല്ലേ. ഞങ്ങൾ അതുമ്പോൾ ഇങ്ങനെ കടന്നു പോയിരുന്നത്. നല്ല രസമാണ്, നല്ല കാഴ്ചയാണ് കാണാനുള്ളത്. നമ്മൾ ഇതുവരെ കാണാത്ത കാഴ്ചകളാണ് അറിഞ്ഞത്. അതിൽ കുറച്ച് കുരങ്ങന്മാരെ അവിടുന്ന് ആ കാണുന്ന മരം ഉണ്ടല്ലോ, ആ മരത്തുമെന്ന് വെള്ളത്തിൽ ചാടിയിട്ട് നീന്തിയിട്ട് അക്കരയ്ക്ക് കയറുന്നുണ്ട്. അവർ വന്നാണ്ട് നമ്മളുടെ പെരയ്ക്ക് വന്ന് കയറി കഴിഞ്ഞാൽ പെരയത്തെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകും. ബ്രെഡ് ഉണ്ട്, തക്കാളി, കിഴങ്ങ്, മറിച്ചൊക്കെ ഉണ്ട്. അതൊക്കെ അവന്മാർ കൊണ്ടുപോകും. സീനാകുമോ മെയിനായിട്ട് നമ്മുടെ മൊബൈലും കാര്യമൊക്കെ. അപ്പോൾ അതൊക്കെ ബാഗിലിട്ട് വെക്കണം. അവിടെ ബാഗ് അടക്കം കൊണ്ടുപോകും, എന്താ അറിയില്ല. ഏതായാലും നമ്മളെന്തായാലും ട്രാവൽ ചെയ്യാൻ വേണ്ടി പോവാണ്. ബോട്ട് യാത്ര പൊളിക്കും, സെറ്റാക്കും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ബോട്ട് യാത്ര കഴിഞ്ഞാൽ നേരത്തെ കുക്കിംഗ് കൊടുക്കണം. ഇരുടാണതിന് മുന്നേ. രാത്രിയായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. ഈ പാറ്റയുടെ ശല്യം നമ്മൾ കറിയിലൊക്കെ വീണ് കഴിഞ്ഞാൽ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അത് നേരത്തെ ചെയ്യണം. അവിടെ പോണതിന് മുന്നേ നമ്മൾ ഇന്നലെ വിറകില്ലാത്തതുകൊണ്ട് ഇറങ്ങിയാറായി. എന്നാൽ പിന്നെ നമുക്ക് ഈ ഒരു വിറകൊക്കെ എടുത്ത എന്താ അവസ്ഥ, ഇതൊക്കെ നല്ല ഉണങ്ങി ഇറക്കണം. കാരണം വെച്ചാൽ നൈറ്റിൽ തീയിടൽ നിർബന്ധമാണ്. തീ ഇട്ടാലേ നമുക്ക് നല്ല രീതിയിൽ അവിടെ ഇരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. നല്ല ഉണങ്ങിയ ചുള്ളി വിറക് ഏതാണ്ടോ, നല്ല ഉണങ്ങിയ ചുള്ളിയാണ്. അതെന്താ അവസ്ഥ തമ്പ്ര? നല്ല ഉണങ്ങിയ വിറകാണ് അല്ലേ. ഇതാ ഇതൊക്കെ ആകെ ചതലായില്ലേ. ഇന്ന് മഴ ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ എടുക്കാം. ഇതിലങ്ങനെ വല്ലാതെ പോകാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ ജന്തുക്കൾ പറഞ്ഞാൽ പാമ്പുള്ള ശല്യം പറഞ്ഞാൽ അത് നിസ്സാരമല്ല. നമ്മൾ കണ്ടില്ല, നമുക്ക് കാണുക വേണ്ട. അവരവരെ പാട്ടിനോട്ടെ, നമ്മളെ പാട്ടിനോട്ടെ. നമ്മുടെ പെരൻ്റെ ബാക്കിലാണ് പെര, കുട്ടിപ്പെര. അപ്പം നമുക്ക് ഇത് മതിയാവില്ലേ? വിറക് അത്യാവശ്യം ആയിട്ടുണ്ട്, ഇത് മതി. ഇനി നമ്മളുടെ ഒരു ഫസ്റ്റ് നമ്മൾക്കുള്ള ചൂണ്ടലോ നോക്കാം. നമുക്ക് ഫസ്റ്റ് ചൂണ്ടലുമായിട്ട് ബന്ധപ്പെട്ട പരിപാടിയാണ്. ചൂണ്ടൽ നോക്കാം. പാണ്ടി ഇവിടെ റെസ്റ്റിലാണ്. അവിടെ നിൽക്കുക. ഇപ്പോൾ വരാം. ധാരാളം കുരങ്ങന്മാരുണ്ട്. അവർ അവിടെ നിന്ന് വന്ന് നേരെ നമ്മളുടെ ഇവിടെയൊക്കെ വന്നിട്ടൊക്കെ നോക്കിയിട്ട് പോയി. നമ്മളിവിടുത്തെ സാധനങ്ങളൊക്കെ ഫുള്ള് കണ്ടാ അവിടെ ഒന്ന് ഒത്തിരി ഉപ്പിൻ്റെ അടുത്ത് ആക്കണേ. നമ്മൾ വരുമ്പോഴേക്ക് അവൻ അത് കൊണ്ടുപോകുമോ എന്താ അറിയില്ല. അവന് പറ്റണ കൊണ്ടുപോട്ടെ അല്ലേ. കുടുങ്ങിയതാ. പിന്നെ നമ്മൾ വന്നിട്ട് ഇത്രയും വെട്ടം ചൂണ്ടിട്ടിട്ടും നമുക്ക് കൊത്ത് കിട്ടിയെന്നല്ലാതെ മീനിൻ്റെ യാതൊരു വിധ ലക്ഷണവും ഉണ്ടായിട്ടില്ല കേട്ടോ. മീനാണോന്ന് പോലും അറിയില്ല. കൊത്തുണ്ടായിക്കണേ മീനുകളുടെ. മീനാണോ അറിയാം. നമ്മൾ പിടിച്ചിട്ടുള്ള പരൽമീൻ്റെ തലന്നെയാണ്. നമ്മൾ ഉച്ചയ്ക്ക് കറി വെച്ചിരുന്ന പരൽമീൻ്റെ തലന്നെയാണ്. ഇതന്നെയാണ് നമ്മൾ ഇടുന്നത്. കോട്ടയുണ്ട്. ഇക്കരന്ന് അക്കരയ്ക്കാണ് ഇട്ടിട്ടുള്ളത്. ഇവിടെ എന്താ വെള്ളമല്ലേ ഒഴിക്കുന്നത്. അതങ്ങനെയാണ് ചൂണ്ടക്കാരത്ത് അങ്ങനത്തെ പ്രത്യേകത ഉണ്ട്. ഇക്കരന്നാണ്ട് അക്കരൊക്കെ ഇടും, ഇവിടെ ഇടൂല. ഇരുടാകുമ്പോഴേക്ക് ഇത് എടുത്തില്ലേ. നമ്മൾ മീനുകളെ കൊന്നാൽ പോരാ. നമ്മൾ ഈ വല വെച്ചിട്ടുള്ളത് അറ്റകളെ കൊല്ലാൻ വേണ്ടിയിട്ടല്ല, നമ്മൾക്ക് തിന്നാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലുണ്ടെന്നാണെങ്കിൽ നമ്മളെ പിടിച്ച് തിന്നണം, ഇല്ലാന്നാണെങ്കിൽ ആ പരിപാടിക്ക് നിൽക്കരുത് അല്ലേ. അതെ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ എടുക്കാൻ നോക്കുന്നത്. പിന്നെ നമ്മൾ ഡെയിലി തിന്നണമെന്നില്ലല്ലോ. ഇപ്പം തുടർച്ചയായിട്ട് 2ാമത്തെ ദിവസമാണ് കഴിക്കുന്നേ. ഇനിയിപ്പോൾ എന്നപ്പോൾ ഇതൊക്കെ നടക്കാം നമുക്കറിയില്ല. ഇവിടേക്ക് ഇത്ര ആയോ? നല്ല ആയല്ലേ. അതിനകത്ത് അത്ര ഇല്ലേ. മുങ്ങിക്കാം. നിലത്തോട്ടുണ്ട് കാലെടുത്താ മാത്രമല്ല.
നമുക്ക് ആകെ കിട്ടിയിട്ടുള്ള മീനാട്ടത് 2, 4, 6, 8, 10 11 മീൻ. ആ ചെറുതടക്കാം 10 നമ്മൾ പറഞ്ഞു 10 കിട്ടി. നമുക്ക് കുറച്ചുകൊണ്ട് ഒന്നുകൂടി നോക്കണം. നോക്കിയിട്ട് ഒരു 10 കൂടി കിട്ടുവാണെങ്കിൽ പൊരിക്കൊന്ന് ഫ്രൈ അടിക്കാം നമുക്ക് അല്ലേ. ഒന്ന് പൊരിച്ച് കളിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അടിപൊളിയാവും. അതെറി നോക്കട്ടെ, എൻ്റെ ഏറ് നോക്കട്ടെ, ഒന്ന് സ്പീഡാക്കി എറിഞ്ഞാൽ. നോക്കട്ടെ എൻ്റെ ഏറ്. വലിയ ഏറുകാരനാണെന്നൊക്കെ പറയണേക്കാം. എൻ്റെ നാട്ടുകാരങ്ങനെയൊക്കെ പറയണ തന്നെ. ജേറുകാരനാണ്, ചാട്ടക്കാരനാണെന്നൊക്കെയാണ്. അതൊക്കെ ഉണ്ടോ എൻ്റെ അടുത്ത്? ഓട്ടക്കാരനല്ലാന്നോ? അതെന്താ ഓട്ടല്ലാത്ത? ഇല്ലേ, ഒരു തെറ്റുകാരനല്ല. ഓട്ടാറിന് എന്താ ഓട്ടയാണ്. ഓട്ടം കുറെ ചോടിക്കണ നമുക്കറിയാം. എവിടേക്കാട്ടാ എൻ്റെ ഇന്നോ? അവിടേക്ക് പോട്ടണ്ട്. ഇക്കരന്ന് അക്കരക്ക് ചൂണ്ടലിട്ട എന്താ പോകേണ്ട രാവിലെ. അങ്ങനെയെങ്കിൽ ഈ ചൂണ്ടലോട് ഇട്ടുണ്ട് പാണ്ടി എടുക്കാം തൊഴാം. ഓഹോ, എന്താണ് പങ്കായം പൊക്കി ഞാൻ നോക്കി. അതാണ് സംഭവം. ചെരുപ്പ് കൊണ്ട് ഉണ്ടാക്കിയത് പങ്കായാട്ടോ ഗൈസ്. കാരണം തിരിച്ചുണ്ടോ കെട്ടിയാണ്ട് അങ്ങനെ ചെരുപ്പ് കൊണ്ട് ഉണ്ടാക്കിയുള്ള പങ്കായമാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് ഞങ്ങൾ കയറാൻ വേണ്ടി പോകുന്നത്. ആദ്യം ഞാൻ കയറിയിട്ട്, അതാണ് നമ്മുടെ മുന്നേ, ഇത് ബാക്ക് സൈഡാണ്. അപ്പോൾ മുന്നിക്ക് ഞാൻ ആദ്യം കയറാം. ഓക്കെ, ഞാൻ കയറട്ടോ. ക്യാമറ ഒന്നും കജ്ജിന്ന് പോകാൻ പാടില്ല. അയ്യോ മാട്ടിക്കിട്ടേ. നേരത്തെ ചായ അടിച്ചപ്പോൾ ഒരു ഉറുമ്പ് അടിച്ചു ഇവിടെ, പുളിയുറുമ്പ്. നല്ല സുഖമുണ്ട്. ചുണ്ട് ചെറുതായിട്ടൊന്ന് വീങ്ങി. ഞാൻ നൈസായിട്ട് ഇരിക്കാം. കുറച്ച് മുന്നിൽ കൊണ്ടിരുന്ന ആയില്ല. ഞാൻ റെഡിയാണ്. സംഭവം നമ്മൾ ശ്രദ്ധിക്കണം. ക്യാമറ ഒക്കെ കജ്ജിന്ന് പോകാൻ സാധ്യത കൂടുതലാണ് ഇല്ലടാ. ജാതി ട്രാവലിംഗ് ആണത്. കയറിയോ? എന്നാ ഒരു പങ്കായം കൊണ്ടാ. ഏതായാലും കുഴപ്പമില്ല. പങ്കായം പൊക്കി. ഇത് ഈ വടിയൊന്ന് ചെറുതാക്കിയാലും മതി. ഇത് ചെറുതാക്കാൻ പറ്റും. ഇത് കനലില്ലാത്ത ചെരുപ്പാണ്. ഇത് ചെറുതാക്കാൻ പറ്റുമോ? എന്തായാലും മതി കേട്ടോ. ആ പങ്കായം പൊക്കി ഞാനൊന്നും നോക്കി. ഞാനും എൻ്റെ ആളും 40 പേരും ഞങ്ങളങ്ങനെ പോവുകയാണ്. മെയിനായിട്ട് തൊയക്കാരൻ എന്ന് പറഞ്ഞ കുക്കുവാണ്. നമുക്ക് ഫ്രണ്ട് ഏരിയ ഒന്ന് കണ്ടു നോക്കാം. ഫ്രണ്ട് കണ്ടോ മൊത്തം നല്ല രസമാണ്. മേലേക്ക് കിളവിയണ്ട. ഓ എൻ്റെ പൊന്നു മക്കളെ, അത് പൊളിക്കും, അത് കിളിർക്കും അല്ലേ. നമ്മൾ പോകുന്നത് ആ ഒരു തുരുത്തിലേക്കാണ് അല്ലേ. ആ ഒരു തുരുത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ടൈം കുറേ എടുക്കും നമ്മളെത്താൻ വേണ്ടിയിട്ട്. എന്തായാലും മാക്സിമം തുഴഞ്ഞുകൊണ്ടിരിക്കുവാണ് ഞങ്ങൾ. പതുക്കെ പോകാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ ക്യാമറ കയ്യിലുണ്ടാക്കേണ്ട സീൻ ഇല്ലെങ്കിൽ നമുക്ക് നല്ല പോക്കുള്ളൂ. എന്നാലും ഞങ്ങൾ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു ബാലൻസിങ്ങിലെ കളിയാണ്. ബാലൻസ് തെറ്റി കഴിഞ്ഞാൽ കഴിഞ്ഞ്. ശരിയുണ്ടോ? നമ്മളെ കുട്ടിപ്പേരൻ്റെ അടുത്ത് എത്തിക്കണ്ടോ? നമ്മുടെ കുട്ടിപ്പേര അവിടെ, നമ്മുടെ കുട്ടിപ്പേര കാര്യങ്ങൾ, നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. അതല്ല, നമ്മൾ കരയിൽ നിന്ന് കണ്ടോ, കരയിൽ നിന്ന് കുറേ പോന്നു. കരയിൽ നിന്ന് കുറേ പോന്നു. കൊള്ളാട്ടെ പരിപാടി. ഇതൊക്കെ തന്നെ ഉള്ളൂ ലൈഫിൽ, ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. നമ്മളിപ്പോൾ ഇതിൽ സക്സസ് ആയാലും ഇല്ലെങ്കിലും ഞങ്ങൾക്കൊരു കാലത്ത് ഇതൊക്കെ ഓർത്തിരിക്കാം. യൂട്യൂബിൽ ഈ വീഡിയോ കിടക്കും. ഈ വീഡിയോ കിടക്കണം എന്നില്ല, എന്നാലും ഞങ്ങൾ ഓർക്കും. ഇപ്പം ഞാൻ നൈസായിട്ട് കിടന്നാലോ? അതിനൊക്കെ പറ്റി പോട്ടെ. ഓ, മേലേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ എന്താ. ഇതാണ് കാടിൻ്റെ നടുക്കൂടെയുള്ള ട്രാവലിംഗ് എന്ന് പറയുന്നത്. നല്ല രസമാണ്. നമ്മളുടെ കര ഒക്കെ അവിടെയാണ്. നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് അവിടെയാണ്. കുക്ക് നല്ല പുഴ പെയ്യുന്നുണ്ട്. കടലെല്ലാം മേലെ. ഇത് നമ്മൾക്ക് ഇതുവരെ കാണാത്ത നമ്മളുടെ വ്യൂ ആണ്.
നമ്മളിപ്പോൾ ഒരുപാട് പോന്നു. സെൻട്രലാണുള്ളത്. ഇവിടെയൊക്കെ നല്ല ആയമുള്ളൊരു കുണ്ടാണത്. ഇവിടെ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ഇവിടെയാണ് ഞങ്ങൾ നേരത്തെ മറിഞ്ഞെത്തി വീണത്. അപ്പോൾ ഇത്തരം ഏരിയകൾ നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ നമുക്ക് യാതൊരുവിധ പ്രശ്നവും ഉണ്ടാവില്ല. അല്ല ഇനി ആ തുരുത്തിലേക്ക് ഒരുപാട് ദൂരമുണ്ട്. നല്ല രീതിയിൽ തുഴയട്ടെ, എന്നാലും അവിടെ എത്തുള്ളൂ. തുരുത്തിലേക്ക് എത്താനായിട്ടുണ്ട്. സെൻറ്ററും കഴിഞ്ഞ് പോകും നമ്മൾ. അതായത് നമ്മുടെ സാധനങ്ങളൊക്കെ അങ്ങ് ഇവിടമാണ്. അതെ, ആ ഭാഗത്താണ് സ്പീഡാട്ടോ ബോട്ട് നല്ല ബാലൻസ് ചെയ്തിരിക്കണം. ഇല്ലെന്നാണെങ്കിൽ നമുക്ക് പണി കിട്ടും. രണ്ട് സൈഡ് ഒരേപോലെ തുഴയുക. നമ്മളവിടെ ഈ തോണി കാര്യമൊന്നും ഞങ്ങളവിടെ ഇല്ല, ഞങ്ങളുടെ നാട്ടിലില്ല. ചാലിയാറിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളവിടെ ഇല്ല. അപ്പോൾ നമ്മൾക്കിതിന് ഒരു പരിചയമല്ല. എന്നാലും ഞങ്ങൾ ഒരു വട്ടത്തിൽ പോന്നു, അപ്പം വീണു. രണ്ടാമത്തെ പ്രാവശ്യം പോന്നു. ആ പോരലാണ് ഈ പോരൽ. ഇത് സക്സസ് ചെയ്തു അല്ലേ? പക്ഷേങ്കിൽ ഫസ്റ്റ് പോരൽ ഇതുവരെ പോകുന്നില്ല കേട്ടോ. അവിടെ വരെ വീണുള്ളൂ. ഞങ്ങൾ എന്തായാലും കീഴടക്കാനുള്ള പരിപാടിയിലാണ്. തിരിച്ച് കീഴടക്കും ഞങ്ങൾക്ക് അല്ലേ? ഒട്ടക്കിലുള്ള വ്യൂ അല്ലേ? അത് ഭയങ്കരമാണ്. കാടിൻ്റെ നടുവിൽ കൂടെ നമ്മൾ വേറെ ആരുമില്ല, നമ്മൾ മാത്രം. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കിളികളുടെ ശബ്ദമുണ്ട്. അങ്ങ് എവിടെ ഒരു അമ്പലത്തിൽ നിന്ന് പാട്ട് കേൾക്കുന്നുണ്ട് അല്ലേ? പാട്ടുകൾ. അതുപോലെ തന്നെ ബാങ്ക് കൊടുക്കുമ്പോൾ രാത്രിയിൽ ഇനിയിപ്പോൾ ഈ മഗ്‌രിബ് ബാങ്കൊക്കെ കേൾക്കാം. ബാങ്ക് കേൾക്കാൻ പറ്റും. അമ്പലത്തിൽ ഈ പാട്ട് കേൾക്കാൻ പറ്റും. ഇവിടെ ഒന്നും വെള്ളം തീരെ ഒഴുകുന്നില്ല. അതിൻ്റെ പായൽ കാര്യങ്ങളൊക്കെ കെട്ടിക്കിടക്കുന്നൊരു സ്ഥലമാണ്. ഇനി കുറച്ച് നേരം സ്റ്റാർ ബോട്ട് നേരെ പോട്ടെ. അത് അമ്മേ അളകാൻ പറ്റൂല. അളകി കഴിഞ്ഞാൽ പണിയാവും. നമ്മൾ ഇരിക്കണോടെ തന്നെ ഇരിക്കുക, മുണ്ടാതെ ശരീരം പറ്റൂല. അതങ്ങനല്ല. ക്യാമറ ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് അങ്ങനെ ചിന്തിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. ക്യാമറ വെള്ളത്തിൽ പോലെ അല്ലേ? ഞങ്ങളങ്ങനെ തോഞ്ഞ് നമ്മളുടെ ഇക്കരയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇക്കരയിലേക്കാണ് നമ്മൾ തുരുത്തിലേക്ക് വന്നിട്ടുണ്ട്. തുരുത്തുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ഇപ്പം എങ്ങനെ കഴിയണ അടി കുത്തിയാണ്ട് നമ്മളെ. ഇവിടെ ഒരു ചെറിയൊരു ഒഴുക്കുള്ള ഏരിയ ആണ്. നമ്മൾ തുരുത്ത് കണ്ടോ? തുരുത്ത് സ്റ്റാർട്ടായി. തുരുത്തിലൊക്കെ വല്ല നാരിയ പുലിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കുത്തിയാണ്ടുള്ള പരിപാടിയാണ്. കുത്തിപ്പൊടി രാജാ തിരിയല്ലേ. മുന്നിങ്ങോട്ട് ഏറ്റാട്ടോ, മുന്നിങ്ങോട്ടേറ്റെ. നമുക്ക് കാല് കുത്തിയാൽ നടക്കാവുന്ന സ്ഥലമുള്ളൂ. കാരണം അത്ര ആയുള്ളത്. എന്നാലും അങ്ങനല്ലല്ലോ. ഞങ്ങൾക്ക് അങ്ങോട്ട് പാണ്ടിയിൽ തന്നെ പോകണം. ആ കരയിലേക്ക് കുറച്ചവിടെ എത്തണം കേട്ടോ. ഇതാണ് ആമസോൺ കാടാണ്. ഇത് ആമസോൺ കാടാ. ഇത്ര ആയുള്ളൂ. അതാണ് ഈ പാണ്ടിത്തുറൈ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ അവിടെ കാണുന്ന വെള്ളം ഉണ്ടെങ്കിൽ ചെറുതായിട്ട് അവിടെ ആയിരുന്നു നമ്മുടെ സ്പോട്ട്. നമ്മൾ അവിടെ നോക്കി ഒരു തുരുത്തിലേക്ക് വന്നിരിക്കുവാണ്. ഈ തുരുത്ത് എന്ന് പറയുമ്പോൾ ഇത് പുഴ തന്നെയാണ്. പുഴ രണ്ട് സൈഡിലൂടെ ഒഴുകിയിട്ട് ഇങ്ങോട്ട് വരുവാണ് ചെയ്യുന്നത്. ഇതിലുണ്ട് കല്ലൊക്കെ ആകെ കല്ലുകളൊക്കെ പൊന്തിയിട്ട് അമ്മ കാടുമല കുത്തുണ്ട്. അതിലൊക്കെ എന്തൊക്കെയോ ഒരു ചാലും കാര്യമൊക്കെ ഉണ്ടല്ലേ? ഓ ഭയാനകമാണ്. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ വണ്ടി നമ്മുടെ ബോട്ട് ഇതിലേക്ക് ഇങ്ങനെ എടുത്ത് പോരാ അല്ലേ? ആയം വേണം. ആയം ഉണ്ടെങ്കിൽ സുഖമായിട്ട് അതിലെങ്ങനെ പോകാൻ വേണ്ടി പറ്റും. ഇവിടേക്ക് ആയം കമ്മിയായി. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് എടുക്കണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ. ഇനി ഇവിടുന്ന് ഞങ്ങൾ വീണ്ടും റിട്ടേൺ അങ്ങോട്ട് പോവാണ്. റിട്ടേൺ തിരിച്ചാലോ? ഇപ്പം തിരിച്ച് അരമണിക്കൂർ കൊണ്ട് അവിടെ എത്താം. ഇപ്പം പോയാൽ അരമണിക്കൂർ കൊണ്ട് അവിടെ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വണ്ടി തിരിക്കുവാണ്. സമയം ഇപ്പോൾ 6 മണിയായി. നമുക്ക് അവിടെ എത്തിയിട്ട് കുക്ക് ചെയ്യണം, കുക്ക് ചെയ്യണം. അതിൻ്റെ ഒരുപാട് പരിപാടി ഉണ്ട്. തിരിക്കല്ലോ അല്ലേ? ബോട്ട് എടുക്ക്. നമ്മളങ്ങനെ നമ്മളുടെ സ്പോട്ടിലേക്ക് എത്തി. തുരുത്തിൽ നിന്നൊക്കെ കുറേ ദൂരം പോകുന്നു. നമ്മളുടെ സ്പോട്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുവാണ്. മനത്തെ കാഴ്ചകൾ ഇങ്ങനെയാണ്. അതെ, തലകുത്തനെ മനത്തെ കാഴ്ചകൾ.
സെറ്റായില്ലേ? നടുവൂക്കൂടെ ഉണ്ടോ? കുറച്ചും കിട്ടുന്ന അരുവൊക്കെ അടുപ്പിച്ച് വെച്ചോ കേട്ടോ. കാരണം നടുവൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ വെറുതെ നീന്തേണ്ടി വരും. എങ്ങനെ അതിൽ എങ്ങനെ പോലും നനയും. കാരണം അപ്പോൾ കണ്ടില്ല ഫുള്ള് നനഞ്ഞ് എങ്ങനെ പോലും നനയും. അപ്പോൾ പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല. ഇനി നമ്മളുടെ അടുപ്പും കാര്യമൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തിട്ട് ഇവിടെ ഇട്ട് നമുക്ക് കുക്ക് ചെയ്യാം. നമ്മുടെ വറക് കാര്യങ്ങൾ കംപ്ലീറ്റ് എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് വെക്കണം. കുക്ക് ചെയ്തിട്ട് കുളിക്കാം ചങ്ങന്മാരെ. അപ്പോൾ നമ്മളുടെ ഈ ഒരു പുഴയുണ്ടല്ലോ, ഈ പുഴയിൽ നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ച പോലെയല്ല. എനിക്ക് ചെറുതായിട്ടൊക്കെ ജലദോഷം പിടിച്ചു തുടങ്ങി. അത് വെള്ളത്തിൽ ഇങ്ങനെ കിടന്നിട്ട് അറിയില്ല. എന്തായാലും നമുക്ക് ഇവിടേക്കൊന്നും വെള്ളമില്ലായിരുന്നു. വെള്ളം കൂടി. നമ്മളുടെ ഇവിടുന്ന് അക്കരയ്ക്ക് പോകാൻ ഇത്ര ഒരു ഗ്യാപ്പൊന്നും ഇല്ലായിരുന്നു. അതായത് ഇത്ര ഒരു വെള്ളം അവിടെ ഇല്ലായിരുന്നു. നല്ല ചെറിയൊരു ഗ്യാപ്പിൽ ചാടി എത്തിയിരുന്നു. പക്ഷേ എങ്കിൽ ഇപ്പോൾ അവിടേക്കൊക്കെ നല്ല വെള്ളമായി. അങ്ങനെ മൊത്തത്തിൽ വെള്ളം കൂടി വരുന്നുണ്ടല്ലടാ. ഞങ്ങളപ്പോൾ കറി ഉണ്ടാക്കാൻ പോകണം. തക്കാളിക്കറിയാണ് ഉണ്ടാക്കുന്നത്. തക്കാളി കറിക്കാണെങ്കിൽ തക്കാളിയും മുളകും ഇവിടെ വെട്ടി വെച്ചിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ചട്ടി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിക്കും. നല്ല ആംബിയറല്ലേ എന്തൊക്കെ ചാച്ചോ. ഈ കാണുന്ന കാട്, ഒരു നിശബ്ദത, കിളികളുടെയും കുരങ്ങന്മാരുടെയൊക്കെ സൗണ്ട് മാത്രമേ ഉള്ളൂ. അവരൊക്കെ ഇടയ്ക്ക് കാണാം. പക്ഷെ ഇവരുടെ ശബ്ദം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 6 മണി ആവാറായില്ലേ? 6 മണി കഴിഞ്ഞിട്ടുണ്ടാവും. 7 മണിയൊക്കെ ആവാറായോ? ഇരുടായിട്ടില്ല. പക്ഷേ അതിന്റെ മുന്നേ തന്നെ നമുക്ക് ചെറുതായിട്ട് മൂടി നിൽക്കുന്നുണ്ട്. നമ്മുടെ പാട്ട് വണ്ണൊക്കെ നിങ്ങൾക്ക് കണ്ടാലേ മനസ്സിലാവുള്ളൂ നമ്മളിപ്പോൾ നിൽക്കുന്നത് എത്തരത്തിലാണ്, എവിടൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ എന്നൊക്കെ. തക്കാളി കാണാൻ രസമുണ്ട്. പിന്നെ നമ്മളുടെ മീൻകുട്ടന്മാരെ നന്നാക്കാൻ വേണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് 2, 4, 6, 8, 10, 12, 14 മീനുണ്ട്. അവരെ നമ്മൾ പൊരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേടാ. അവരെ നമ്മൾ പൊരിക്കണം. അതിന് വേണ്ടിയുള്ള മസാല ഞാനിവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അത് റെഡിയാക്കണം. അതിൻ്റെ മുന്നേ അവരെ ശരിയാക്കണം. ഇനി അതിക്ക് ഈ പൊടികളൊക്കെ ഇട്ടാൽ മതി അതിക്ക്. അതായത് നമ്മളാ മസാലയിലേക്ക് അതായി കഴിഞ്ഞാൽ മസാല മീനിലേക്കുള്ള റെഡിയാവും. ഇനി ഇതിലേക്ക് ഉപ്പ് ഒന്നുകൂടി ഉഷാറിട്ട് വാട്ടറാ. പൊടിയുണ്ടല്ലോ, ചട്ടിക്ക് കുത്തി ഓട്ടാക്കല്ലേ, അമ്മ എന്നെ പൊടിക്കും. ഇത് പറഞ്ഞു കേട്ടില്ല, ആന ചവിട്ടിയ പൊട്ടാത്ത അടിയാണ്. ഇതല്ലേ ആന ചവിട്ടിയ പൊട്ടാത്ത, അത് വേറെ. ഇത് ഇന്റെ വരെ എത്തിയാണ്, ഇതല്ല. മക്കളെ നമ്മൾ ചട്ടി വെച്ചിക്കണ്, മീനിവിടെ മസാല കയറ്റി വെച്ചിക്കണ്. ഇനി എണ്ണ ഒഴിക്കാം. എന്നിട്ട് അവരൊന്ന് പൊരിച്ചെടുക്കാം. ഒരരിയിൽ വെച്ചെടുക്കുക, അടുത്ത് 2 പേരെടുക്കുക, ഒരരിയിൽ വെച്ചെടുക്കുക. ഇരുടായി തുടങ്ങി. സമയം 6 മണി 7 മണിയൊക്കെ ആയില്ലേ? 7:30 ആയോ? നല്ല ഇരുടായില്ലേ? നമ്മൾ 7 ലൈറ്റ് വെച്ചിട്ടുണ്ട്. നമ്മൾ അടുപ്പ് തീ കത്തിക്കണം. മൊത്തത്തിൽ ഇരുടായി, കാട് മൊത്തത്തിൽ ഇരുടായി പോയി. ചെങ്ങന്മാരെ നമ്മൾ തീയൊക്കെ ഇട്ടാൽ ഉഷാറായിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കുത്തിരിക്കുമായിരുന്നു. പക്ഷേങ്കിൽ മഴ, ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി മഴ കൊള്ളാൻ യാതൊരു താല്പര്യമില്ല. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് ചോറും കറിയൊക്കെ ആയിട്ട് നമുക്ക് വണ്ടിക്ക് പോകാം. വണ്ടിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ മഴ കൊള്ളില്ലല്ലോ. അവിടെ ഒരു ഭാഗത്ത് ഇരിക്കാം. സമയം അധികം ആയില്ല, 7:45 ആവണുള്ളൂ. അധികം സമയമൊന്നും ആയില്ല. ഞങ്ങൾ തീപ്പന്തൊക്കെ ഇട്ട് നമ്മുടെ ലൈറ്റ് അവിടെ വെച്ച് അങ്ങനെ മൊത്തത്തിൽ സെറ്റായി കുത്തിരിക്കുമായിരുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യുക? തൽക്കാലം നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഇവിടെ നിർത്തിട്ട്, സാധനങ്ങളൊക്കെ ഇവിടെ കിടന്നോട്ടെ, ബാക്കിയുള്ളതൊക്കെ എടുത്തിട്ട് നമുക്ക് നേരെ വണ്ടിയിൽ പോവാം. അതിൻ്റെ പൊന്ന് ചങ്ങന്മാരെ, ഞങ്ങളേ വണ്ടീൻ്റെ ഉള്ളിൽ എത്തി കേട്ടോ. കാരണം മഴ എന്ന് പറഞ്ഞാൽ വലിയൊരു മഴയൊന്നും പെയ്തില്ല. ചാറ്റൽ മഴയാണ്. പക്ഷേ ഇതിൽ വലുതായിട്ട് പെയ്യാൻ സാധ്യത കൂടുതലാണ്. നമ്മളാണെങ്കിൽ ബെഡൊക്കെ ഇങ്ങനെ, അതായത് നമ്മൾ ഇട്ടച്ച് പോയതല്ലേന്നോ, ഇവിടെ കണ്ടോ ബെഡൊക്കെ ഇട്ടച്ച് പോയതായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്നിങ്ങോട്ട് മേലെ കയറ്റിയിട്ട് കുക്കുവിന് ചെറിയൊരു ഗ്യാപ്പ് കൊടുത്ത് നിൽക്കുവാണ്. എനിക്ക് ഇനി ഗ്യാപ്പ് വേണോ? പോരെ? മഴ പെയ്താലും ഇപ്പം എനിക്ക് ഒരു കർട്ടനൊക്കെ ഇട്ട് സേഫ് ഇരിക്കാൻ കഴിയില്ലേ? ഇതിലാണെങ്കിൽ തവളൻ്റെ ശബ്ദം, ചീവിടിൻ്റെ ശബ്ദം, അങ്ങനെ പലവിധ സൗണ്ടുകളാണ്. ഇന്നലെയൊക്കെ കിടന്നപ്പോൾ സൗണ്ടുകളാണ്, ഓരോരോ വ്യത്യസ്തമായ സൗണ്ട്. നമ്മൾ ഇതുവരെ കേൾക്കാത്ത പല സൗണ്ടുകളും ഇന്നലെയൊക്കെ കേട്ടു എന്നുള്ളതാണ്. ഇന്ന് രാത്രി ഞങ്ങളിവിടെ കിടക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് രാത്രി അങ്ങനെ കേൾക്കാത്ത പല സൗണ്ടുകളും ഞങ്ങൾ കേൾക്കുമായിരിക്കും. ഏതായാലും സമയമായില്ല. സമയം 7:45 8 മണി ആവണല്ലേ ഉള്ളൂ. ഇവിടെ ഇനിയിപ്പോൾ ഇവിടെ ഇരിക്കുക, ഇവിടെ ഇന്ന് നേരം കളയാം. അല്ല എന്താ വല്ല ഗെയിം എന്തെങ്കിലും ഉണ്ടോ കളിക്കുക? ഒന്നുമില്ലല്ലേ? എന്നുവെച്ച് കുറച്ച് നോണ അറിയാം. അവൻ്റെ അടുത്ത് കുറേ നോണ ഉണ്ട്. ഞാൻ കുറച്ച് നോണ കേൾക്കട്ടെ. നുണക്ക് വേണ്ടിയിട്ട് 1/2 മണിക്കൂർ ഞാൻ മാറ്റി വെക്കുവാണ്. ഓക്കെ. ഏതായാലും സമയം ഇങ്ങനെ 9 മണിയായി. ഭക്ഷണം കഴിക്കാൻ കരുതി. ഇവിടെ നല്ല പാറ്റശല്യമാണ്. കാരണം ഈ ഒരു ഒഴിഞ്ഞ പറമ്പ്, ഒഴിഞ്ഞ കഴുകുന്തോട്ടമല്ലേ.
ഇപ്പോൾ പാറ്റശല്യം ഉണ്ട് കേട്ടോ. ഇതിലൊക്കെ പാര കിടക്കുന്നുണ്ട്, ചോട്ടിലൊക്കെ വന്ന് വീകുന്നുണ്ടോ എന്താ വെച്ചാൽ അറിയില്ല. ചിലപ്പോൾ ഉണ്ടാവാം. ഇജ്ജ് കൊടുക്കലെന്നാണ് കുടുക്കച്ചോറ, കുടുക്കച്ചോറ് ചോറില്ല പറഞ്ഞറിഞ്ഞില്ലേ. അതായത് ഞാൻ തന്നെ നമ്മുടെ പൊരിച്ച മീൻ എനിക്ക് 4 അടുത്തുണ്ട്. പിന്നെ നമ്മുടെ കൊക്കുണ്ടാക്കിയിട്ടുള്ള കറി ഉണ്ടാകുന്നുണ്ടോ പാറ്റുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ചെറിയ പാറ്റകൾ ഉണ്ടെങ്കിൽ നമുക്കറിയില്ല കേട്ടോ ചോറ്റിൽ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇത്തരത്തിൽ ലൈഫ് ചെയ്യുമ്പോൾ ഒരു പോരായ്മയാണത്. ഇതിപ്പോൾ നമ്മൾ കാട്ടിൽ കിടക്കുകയാണെങ്കിലും ഇത്തരത്തിൽ പോരായ്മ ഉണ്ട്. മൈൻഡ് ആക്കണ്ട. എന്നാൽ വേഗം കഴിക്കുക. വേഗം കഴിച്ചാൽ പരമാവധി ആ കഴിക്കണ നേരത്തെ ചാടാക്കുമല്ലോ പാറ്റ. അല്ലാണ്ട് കേട്ടാ കൂരാക്കൂരിട്ട് ഒന്നുമേ പാക്കല നമ്മുടെ വണ്ടി ഇങ്ങനെ പാട്ടിയിരിക്കുക. ഈ ഇരുട്ടത്ത് ശരിക്കഴിഞ്ഞ തോട്ടത്തിൽ നമ്മുടെ വണ്ടിയുണ്ട്. പിന്നെ നമ്മളുടെ പരിപാടി എന്താ വെച്ചാൽ നമ്മളുടെ ഈ ബാഗ് എടുത്താണ്ട് ആ സീറ്റിൽ വെച്ചതാ. ഹാപ്പി ന്യൂ ഇയർ. അതിലെല്ലാം ഒടിയാനും ചാത്തനൊക്കെ വരും കേട്ടോ. വെറുതെ കളിക്കണ്ട നീ. നമ്മൾ വാതിലടക്കാൻ വേണ്ടി പോവാണ്. വാതിലടക്കാന്ന് പറഞ്ഞാൽ അല്ലേ വലിയ പണിയൊന്നുമില്ല. ഈ ഒരു സൈഡ് കറക്റ്റണല്ലേ. ഞങ്ങൾ കിടന്ന് അല്ലേ കാലൊക്കെ നീട്ടി കിടക്കുവാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ അത്ഭുതമുള്ളൊരു കാര്യമുണ്ട്. ഒരു ഓട്ടോറിക്ഷയിൽ ഇത്രയും വലിയ ഗ്യാപ്പ് എന്നുള്ളത്. ഒരു ഓട്ടോറിക്ഷയിൽ നല്ല ഗ്യാപ്പാണ് 2 പേര് കിടക്കുക. കാരണം ഞങ്ങളുടെ ഈ ഒരു നടു സ്പേസ് കണ്ടത് ഇപ്പോഴും അവിടെ അല്ലേ ഒരു ഒഴിവാണ് അവിടെ എന്നാ പറയും കൂടി. ഗുഡ് നൈറ്റ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞങ്ങളോട് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, നാളെ രാവിലെ കാണാം. ബൈ.